നമ്മളൊരു ജ്വല്ലറിയിൽ ചെന്ന് സ്വർണം വാങ്ങുമ്പോൾ ആ ജ്വല്ലറിക്കാർ പറയുന്ന പണിക്കൂലി, GST എന്നൊക്കെയുള്ള കണക്കുകൾ പലപ്പോഴും സാധാരണക്കാർക്ക് പിടികിട്ടാറില്ല. ഈ ജ്വല്ലറിക്കാർ തരുന്ന ഡിസ്കൗണ്ടും ഗിഫ്റ്റുമൊക്കെ വാങ്ങി അവർ പറയുന്ന പൈസയും കൊടുത്ത് സ്വർണം വാങ്ങി വരികയാണ് പലപ്പോഴും പലരും ചെയ്യാറുള്ളത്. സ്വർണം വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഇത്രയ്ക്കും സ്വർണ്ണവില ഉയർന്നു നിൽക്കുമ്പോൾ? സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായും ആലോചിക്കേണ്ടത്, ഇതൊരു നിക്ഷേപമായിട്ടാണോ അതോ ഇതൊരു ആഭരണമായിട്ടാണോ? ഒരു മണിക്കൂറിൻ്റെ ഒക്കേഷന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടിയിട്ട് 100 പവനും 200 പവനും വാങ്ങിക്കൂട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരിക്കലും ഒരു ദീർഘകാല നിക്ഷേപമല്ല. നിങ്ങളുടെ 1 ലക്ഷം രൂപ നമ്മൾ സ്വർണ്ണാഭരണമായി മാറുമ്പോൾ അത് 76,000 കുറയുകയാണ് ചെയ്യുന്നത്. ആ 76,000 തിരിച്ച് 1 ലക്ഷമാകാൻ ഏറ്റവും കുറഞ്ഞത് 4 വർഷമെടുക്കും. അതുകൊണ്ട് തന്നെ സ്വർണത്തെ നമ്മൾ ഏത് തരത്തിലാണ് വാങ്ങുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് വളരെ വ്യക്തമായിരിക്കണം. ഒരു പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി വാങ്ങുമ്പോൾ നമ്മൾ സ്വർണം കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടുന്നത് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ഒരു നല്ല സ്ട്രാറ്റജിയല്ല.